മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ലോകമേനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ, നാൾ തോറുമേനിക്കാശ്വാസമായി നീ മാത്രമേ, നാൾ തോറുമേനിക്കാശ്വാസമായി നീ മാത്രമേ. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ KP പൊടിക്കുഞ്ഞ് പനവേലി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ഈ പ്രോഗ്രാമിൽ കൂടി ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ഈ ദിനത്തിൽ ഒരു വിശുദ്ധ വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 45 മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കട്ടെ. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവനെ തല മൂടാതിരിക്കണം, അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. പ്രിയരെ, പഴയ നിയമകാലത്ത് ന്യായപ്രമാണ യുഗകാലത്ത് ലേവ്യ പുസ്തകത്തിൽ ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചുള്ള പ്രമാണത്താണ് 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ അധ്യായം മുഴുവൻ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുഷ്ഠരോഗം വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അന്നത്തെ കാലത്തെ പുരോഹിതൻ്റെ ശുശ്രൂഷ എന്താണ്, ഇവൻ്റെ കുഷ്ഠം മാറുന്നത് എപ്പോഴാണ്, ഇവന് ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ഒക്കെ കുഷ്ഠരോഗിയെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽ കൂടി വരുന്നത്, ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ച് അവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചത് അവൻ അശുദ്ധനാണ്. ഒരശുദ്ധനെ സംബന്ധിച്ച് ഒരു നിലയിലും അവൻ സമൂഹത്തിലോ ദൈവസന്നിധിയിലോ വരുവാൻ അവന് യോഗ്യതയില്ല. അവൻ അശുദ്ധനാണ്. ഞാൻ അശുദ്ധനെന്ന് അവൻ പറയുക വേണം. അതുമാത്രമല്ല, അവൻ തനിച്ചാണ് പാർക്കുന്നത്. അവന് യാതൊരു വിധമായ കൂട്ടായ്മയോ ദൈവമായുള്ള ബന്ധമൊന്നുമില്ല. അവൻ തനിച്ചു പാർക്കുകയാണ്. അവൻ്റെ പാർപ്പെന്ന് പറയുന്നത് പാളയത്തിന് പുറത്താണ്. വാസ്തവത്തിൽ ഒരു കുഷ്ഠരോഗിയായി ഒരു മനുഷ്യൻ തീർന്നാൽ അവൻ്റെ മാനസികവും ശാരീരികവുമായിരിക്കുന്ന വേദനകൾ എത്രയോ വലിയതാണ് പ്രിയരെ. അങ്ങനെ ഉള്ള ഒരു രോഗമാണ് കുഷ്ഠമെന്ന് പറയുന്നത്. യാതൊരു സന്തോഷവുമില്ല. സമൂഹത്തിലേക്ക് കടന്നു വരുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ മാന്യമായ ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയാത്ത നിലയിൽ സമൂഹം അറക്കപ്പെട്ട രോഗത്തിന് ഉടമയായി അവനിങ്ങനെ കഴിയുകയാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യത്തിൽ വായിക്കുന്നു. 1:40 മർക്കോസ്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. പ്രിയരെ, നോക്കൂ, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവേ, ഈ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ അല്ലെങ്കിൽ ശുദ്ധി വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ അടുത്ത് പോലും വരാൻ ആർക്കും മനസ്സില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഈ കുഷ്ഠരോഗി പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇനി എന്നോട് മനസ്സ് കാണിക്കുവാൻ ആരുമില്ല. ദൈവപുത്ര, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി തരണം, എനിക്ക് സൗഖ്യം തരണം. അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് എന്ത് ചെയ്തു?
യേശു മനസ്സലിഞ്ഞു. ഇന്ന് രാവിലെ സമയം എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം, ഈ കുഷ്ഠരോഗിയോട് കർത്താവ് മനസ്സലിഞ്ഞു. അവൻ പാളയത്തിന് പുറത്ത് കിടക്കുമ്പോൾ, അവൻ തനിച്ചു പാർക്കുമ്പോൾ ആരും അവനോട് മനസ്സലിയത്തില്ല. അവനെ കണ്ടിട്ട് കാണാതെ കടന്നു പോകുന്ന ജനസമൂഹം പാളയത്തിന് പുറത്ത്. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള കുഷ്ഠരോഗിയെ കണ്ടിട്ട് അവനോട് മനസ്സലിഞ്ഞു. അതുമാത്രമല്ല, കൈനീട്ടി അവനെ തൊട്ടു. എത്ര സ്നേഹമുള്ള ഒരു പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. എത്ര സ്നേഹമുള്ള ഒരു കർത്താവിൻ്റെ ആ കരുതലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. പ്രിയരെ, ആ നിമിഷം തന്നെ ആ കുഷ്ഠരോഗി സൗഖ്യമുള്ളവനായി തീർന്നു. ഇന്ന് രാവിലെ ദൈവസന്നിധി നാം വരുമ്പോൾ ഓർക്കേണ്ട പരമപ്രധാനമായിരിക്കുന്ന 2-3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഒരു കാലത്ത് നാം പാപസംബന്ധമായ കുഷ്ഠം നിറഞ്ഞവരായി ദൈവത്തോടടുക്കുവാൻ കഴിയാതെ വണ്ണം ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. നാം പാപത്തിലും അതിക്രമത്തിലും മരിച്ചവരായിരുന്നുവെന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക്, നാശകരമായ കുഴിയിലേക്ക് പോകേണ്ടവരായിരുന്നു. നമ്മൾ പാപസംബന്ധമായ അശുദ്ധരായിരുന്നു. ദൈവമായിട്ടൊരു ബന്ധവും നമുക്കില്ലായിരുന്നു. അതുമാത്രമല്ല, ഈ കുഷ്ഠരോഗി തനിച്ചു പാർത്തതുപോലെ നമുക്ക് തനിച്ച് എന്ന് വെച്ചാൽ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു കാലത്ത് നാം ആയിരുന്നു. സത്യദൈവം ആരാണെന്നോ നിത്യജീവൻ എന്താണെന്നോ നമുക്കറിയത്തില്ല. ദൈവത്തെ അറിയുവാൻ സാധിക്കാതെ, ആരാധന ബന്ധമില്ലാതെ, കൂട്ടായ്മയില്ലാതെ, പ്രത്യാശയില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാളയത്തിന് പുറത്തായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന് വരാൻ കഴിയാത്ത നിലയിൽ വളരെ ദൂരത്തായിരുന്നു. എന്നാൽ പാളയത്തിന് പുറത്ത് വെച്ച് കർത്താവ് കഷ്ടം അനുഭവിച്ചു എന്ന് എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ അശുദ്ധി എൻ്റെ സ്വർഗത്തിലെ ദൈവം മാറ്റി കാൽവറി ക്രൂശിൽ തൻ്റെ ചങ്കിലെ ചോരയാൽ സകല മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ശാശ്വത പരിഹാരം വരുത്തി കർത്താവ് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശു കർത്താവിൻ്റെ സ്നേഹമുള്ള കരം നമ്മുടെ മേൽ തൊട്ടു. കൃപയാൽ ആ അത്ഭുതകരം നമ്മുടെ മേൽ തൊട്ടു. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ചു. ഇന്ന് അശുദ്ധൻ എന്ന പേര് മാറി, പാവി എന്ന പേര് മാറി, കാൺമേ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് നാം ഒന്നിച്ച്, നാം ഒറ്റയ്ക്ക് ആ നിലയിൽ മാറിക്കഴിയേണ്ടവരല്ല. സഭയായി കൂട്ടായ്മ ആചരിക്കുവാൻ, ഒരു കൂട്ടത്തോട് സന്തോഷത്തോട് ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ, ആ സ്നേഹത്തെ ഓർക്കുവാൻ, ആ മേശയ്ക്ക് ചുറ്റുമായിരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട അനുഭവം എത്ര സന്തോഷമാണ്. പാപത്തിൽ ജീവിച്ച കാലത്ത് ഇങ്ങനൊരു അനുഭവത്തിലേക്ക് വരുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നിതാ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. അതുമാത്രമല്ല, ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ അശുദ്ധിക്ക് ഭേദം വന്നു, നമ്മുടെ പാപം മാറി, നമ്മുടെ കൂട്ടായ്മ ബന്ധം ശക്തമായി. അതുമാത്രമല്ല, സ്വർഗീയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് നാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു. താമസമിന മുഖതാവിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കും. അന്ന് ആ പൊന്നു പാദപീഠത്തിൽ വീണ് നിത്യതയോളം നമസ്കരിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. ഈ ദൈവത്തെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എത്രയാനന്ദം ഈ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ.